അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ്. ക്രീമി ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണേ. അത് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് സവാള കട്ട് ചെയ്തതും കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണേ. വാടി വന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനും കുറച്ച് കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പാലും പിന്നെ കുറച്ച് കാഷ്യൂസ് ഒന്ന് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് അതുകൂടി ഇട്ട് കൊടുക്കണേ. നമ്മൾ കുറച്ച് 2 കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ് കേട്ടോ ചിക്കൻ സ്റ്റൂ. നല്ല ക്രീമി ചിക്കൻ സ്റ്റൂ ഇഷ്ടമാണോ എല്ലാവർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാകണമെന്നില്ല, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോംബോ ആണ് ചിക്കൻ സ്റ്റൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. മിക്സായ ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. നല്ല സ്മെല്ലാണ്. നമ്മുടെ നെയ്യിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ്. നല്ല റിച്ചായിട്ടുള്ളൊരു ഫുഡാണ്. ഡയറ്റൊക്കെ ട്രൈ ചെയ്യുന്നവർ ഇത് കഴിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. നമ്മളൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡയറ്റൊന്നും ഫോളോ ചെയ്യാറില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കും, നന്നായിട്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണേ. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് കാഷ്യൂവും കൂടിയാണ് അതിനേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്റ്റൂ ആണേ. ഇതിലേക്ക് നമുക്ക് എത്രത്തോളം എരിവാണോ ആവശ്യം അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയാണ് പൊടികളായിട്ട് നമ്മളിതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നല്ല തിക്ക് ആൻഡ് ക്രീമി ആയിട്ട് ടെക്സ്ചറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടെ തന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കണം. ഏത് കറി ആയാലും നമ്മൾ ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ അതിന് ആ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ. എനിക്കെപ്പോഴും നല്ല ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് അന്നേരം തന്നെ ഒരുപാട് നേരം വെക്കാതെ അന്നേരം തന്നെ കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ചൂടോടുകൂടി കഴിക്കാം. ചായയും അപ്പവും സ്റ്റൂവും ഏത് കറി ആയാലും നമ്മൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് പിന്നെ നമുക്ക് കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഞാൻ ഇത്തിരി ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ. ഒരുപാട് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒരു ഗ്രേവി ടെക്സ്ചർ കിട്ടണ്ടേ. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. വേണമെങ്കിൽ ഈ സമയത്ത് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗീ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാവേ. നല്ല ഫ്രഷ് അപ്പവും നല്ല സ്റ്റൂവും 1 കപ്പ് ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സിമ്പിളായിട്ടാണ്, പ്രത്യേകിച്ച് ഒരു കാര്യവും സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള നല്ല നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇനി ഇടാം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് വേണം വീഡിയോസൊക്കെ ഇടും.
നല്ല പാലപ്പമാണേ. പാലപ്പത്തിൻ്റെ റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പാലപ്പം മീൻസ് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ആ അരി ഒരു 4-5 മണിക്കൂർ നമ്മളൊന്ന് സോക്ക് ചെയ്യണം. സോക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് തേങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1/2 കപ്പ് തേങ്ങയും കുറച്ച് ചോറ്, നമ്മുടെ വെള്ളച്ചോറില്ലേ, ചോറ് കഴിക്കുന്ന ചോറ്, അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഏകദേശം ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം റെഡിയായി കിട്ടും കേട്ടോ. വെള്ളയപ്പത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊക്കെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നല്ല പെർഫെക്റ്റ് അപ്പമാണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആയാലും ചപ്പാത്തി ആയാലും നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ ശ്രമിക്കണം. ഏത് ഫുഡും നമ്മൾ ചൂടോടുകൂടി കഴിച്ച് കഴിഞ്ഞാൽ അതിന് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ക്രീമി സ്റ്റൂ ഞാനൊരു ബൗളിലേക്ക് മാറ്റിയതാണ്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയും പറയുന്നത് അത്രത്തോളം ടേസ്റ്റ് എനിക്ക് തോന്നിയത് കൊണ്ടാണ് കേട്ടോ. അപ്പവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിക്കാം കേട്ടോ.